പ്രിയപ്പെട്ടവരെ, മലപ്പുറം ജില്ലയിൽ 16 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ആ 16 നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് മാത്രമല്ല, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പോകുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ് നിലമ്പൂർ മണ്ഡലം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിൽ നമുക്കറിയാം 2011 വരെ അവിടെ നിന്ന് ആര്യടം മുഹമ്മദ് ആണ് വിജയിച്ചുകൊണ്ടിരുന്നത്. 65-ലും 67-ലും അവിടെ നിന്ന് സഖാവ് കുഞ്ഞാലി വിജയിച്ചിട്ടുണ്ട്. പിന്നീട് കുഞ്ഞാലി വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് ആര്യാടൻ യുദ്ധമാണ്. അതിനിടയ്ക്ക് ഒരു തവണ സി ഹരിദാസ് ജയിച്ചിട്ടുണ്ട്. പിന്നീട് നായനാർ മന്ത്രിസഭയിൽ ആര്യാടൻ മുഹമ്മദ് അതുവരെ പിന്നെ കുഞ്ഞാലിയുടെ കൊലയാളി എന്നൊക്കെ വിളിച്ച് പറഞ്ഞു നടന്നതാണ്. പക്ഷേ ശ്രീ ആര്യാടൻ മുഹമ്മദ് നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 82-ൽ ആ മണ്ഡലത്തിൽ ടി കെ ഹംസ, കോൺഗ്രസിൻ്റെ അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന ടി കെ ഹംസക്കാണ് കുഞ്ഞാലിയുടെ കേസ് നടത്തിയിരുന്നത് പോലും. അങ്ങനെ ഹംസാക്കെ മാർഗം കൂട്ടി ഹംസാക്ക് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. 87-ൽ അദ്ദേഹം ബേപ്പൂരിലേക്ക് പോയി. 87-ൽ അവിടെ ദേവദാസ് പെട്ടക്കാട് മത്സരിച്ചു. അദ്ദേഹം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. അത് പാർട്ടി സഖാക്കൾ ചിലർ പാരവെച്ചതാണ്. ദേവദാസ് പെട്ടക്കാടിനെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു പാർട്ടിക്കാർ. നിലമ്പൂർ കണ്ട ഏറ്റവും മികച്ച കേഡറായിരുന്നു. സഖാവ് കുഞ്ഞാലിക്ക് ശേഷം പിന്നെ സഖാവ് ദേവദാസ് പെട്ടക്കാടാണ് നിലമ്പൂരിലെ ഏറ്റവും ധീർനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതിനുശേഷം അങ്ങനെയുള്ള ആളുകളെ ഒന്ന് വളർത്തിക്കൊണ്ടുവരുന്നതിൽ പാർട്ടി വിമുഖത കാണിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിലമ്പൂരിൽ നിന്ന് പല ആളുകളെയും, പല കാലിബറുള്ള ആളുകളെയും എടുത്ത് പുറത്തേക്ക് കളയുന്നതിലും ഒഴിവാക്കുന്നതിലും കോർണർ ചെയ്യുന്നതിലും ഉള്ള ഒരു സമീപനമാണ് പാർട്ടി നേതൃത്വം കാലങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇവിടെ ഷറഫ് അലി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അതേപോലെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഗിരീഷ് മേക്കാട് വരുന്നു. ഗിരീഷ് മേക്കാട് BDJSന്റെ ആളാണ്. കഴിഞ്ഞ തവണ അവിടെ BJPയാണ് മത്സരിച്ചത്. ഇത്തവണ BDJSന് സീറ്റ് കൊടുത്തു. ഗിരീഷ് മേക്കാട് 2016-ൽ അവിടെ മത്സരിച്ചപ്പോൾ തന്നെ നടത്തിയിട്ടുള്ള ഡീലുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതും ഈ രണ്ട് എതിർ മുന്നണികളിൽപ്പെട്ട സ്ഥാനാർത്ഥികളുടെ അടുത്ത് സമീപിക്കുകയും ദൂതന്മാർ മുഖേന സമീപിക്കുകയും ഞാൻ പ്രവർത്തനങ്ങൾ ഫ്രീസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് സാമ്പത്തികമായ ചില പിന്നെ ഉപാധികൾ ഒക്കെ ചെയ്തതിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കറിയാവുന്നതാണ്. അപ്പോൾ ഗിരീഷ് മേക്കാട് സ്ഥാനാർത്ഥിയായപ്പോൾ സ്വാഭാവികമായും SNDPക്കകത്ത് തന്നെ അതിൽ ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു. SNDP ആണല്ലോ BDJSന്റെ വോട്ട് ബാങ്ക്. മാത്രമല്ല BJPക്കാർക്കിടയിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഈ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നു ഞാൻ. രണ്ടാമത് ഷറഫ് അലി വരുന്നു. ഷറഫ് അലി രമ്യ ഹരിദാസ് പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ CPM ചോദിച്ചിട്ടുള്ള ചോദ്യമുണ്ട്, പാർലമെന്റിൽ എന്താ ഐഡിയ സ്റ്റാർ സിംഗർ പരിപാടി നടക്കണ്ടോ, അവിടെ പാട്ട് മത്സരം നടക്കണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ എന്താ പിന്നെ 7സ് ഫുട്ബോളോ 11സ് ഫുട്ബോളോ ടൂർണമെന്റ് നടക്കണ്ടോ? ഷറഫ് അലി എന്ത് രാഷ്ട്രീയമായിട്ടോ സാമൂഹികമായിട്ടുള്ള എന്ത് കോൺട്രിബ്യൂഷനാണ് കേരളീയ സമൂഹത്തിന് നൽകിയിട്ടുള്ളത്? അങ്ങനെയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒക്കെ കാൻഡിഡേറ്റ് ആയിട്ട് പൊതുസമ്മതനായിട്ട് അങ്ങനെ പലരും കൊണ്ടുവരാം. ഇത് പണ്ട് ഡോക്ടർ KS മനോജിനെ ആലപ്പുഴയിൽ നിന്ന് പിന്നെ MP ആക്കി വിട്ടമാരിയുള്ള ഒരു ബാധ്യതയ്ക്കാണ് കൊണ്ടുപോകാൻ നിന്നിരുന്നത്. ഷറഫ് അലി കഴിഞ്ഞ ബൈ-ഇലക്ഷനിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കപ്പെടുകയും മാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ ഞാൻ സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേര് പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ M സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയായി. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. കാലങ്ങൾക്ക് ശേഷം സ്വരാജ് പരാജയപ്പെട്ടതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് അൻവർ പിടിച്ച വോട്ടുകളാണ്. അതായത് ആര്യാടൻ വിരുദ്ധ വോട്ടുകൾ സ്വാഭാവികമായും അൻവറിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോവുകയും പിന്നെ ഏകദേശം 9 വർഷക്കാലം MLA ആയിരുന്നു എന്നുള്ള രീതിയിൽ പാർട്ടി സഖാക്കളിൽ ചിലരുമായിട്ടുള്ള വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വോട്ടായിട്ട് വീഴുകയും ചെയ്തുകൊണ്ടാണ് സ്വരാജ് പരാജയപ്പെട്ടത്. അത് ഞാൻ മുൻകൂട്ടി പ്രവചിച്ചതാണ് സ്വരാജിൻ്റെ പരാജയം എന്നുള്ളത്. പിന്നെ ഇന്ന സ്ഥലങ്ങളിലെല്ലാം പുറകിൽ പോകുമെന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷയം അതല്ല. വിഷയം ഞാൻ പറയുന്നത് പിന്നെ CPMനകത്ത് ഭയങ്കര പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം ഷറഫ് അലി അന്ന് സ്ഥാനാർത്ഥിയാകും എന്ന് പ്രതീക്ഷിച്ചു നിന്ന ഷറഫ് അലി സ്ഥാനാർത്ഥി ആവാതെ വന്നപ്പം ഈ പറയുന്ന സച്ചിദാനന്ദനും KR മീരയും വരെ നിലമ്പൂർ പിന്നെ പ്രചാരണത്തിന് നിന്നു. പക്ഷേ സ്വരാജ് മത്സരിച്ചപ്പോൾ ഷറഫ് അലി അവിടെ ഒരു പ്രചാരണത്തിനും പോയില്ല. അപ്പം ഷറഫ് അലിക്ക് അങ്ങനെ ഒരു പാർട്ടി കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോ പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ധാർമ്മികതയോ ഒന്നുമില്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ വരാനില്ല എന്നുണ്ടെങ്കിൽ ചെന്നില്ല. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് വടവറം പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ഊട്ടിയിലേക്ക് വല്ല ടൂർ പോകുകയാണെങ്കിൽ പോകുക എന്നല്ലാതെ പുള്ളി അതിന് വടവറം പാലത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കേണ്ട, നിലമ്പൂർ മണ്ഡലത്തിനുള്ളിലേക്ക് ഇനി അദ്ദേഹത്തെ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇനി തോറ്റ സ്ഥാനാർത്ഥിയാണെങ്കിലും പിന്നീടൊന്നും ഇടയ്ക്കൊക്കെ ഇടപെടുമല്ലോ. അങ്ങനത്തെ ബന്ധങ്ങളൊന്നും വെച്ച് വളർത്തില്ല. ഷറഫ് അലി എന്താണെന്നും ഏതാണെന്നും വളരെ കൃത്യമായി പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഷറഫ് അലി MSPയുടെ കമാൻഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് പിന്നെ അവിടെ ചെന്ന് നടന്നിട്ടുള്ള ചില അപ്പോയിൻമെൻറ്റുകളുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ചില നേതാക്കന്മാർക്കുള്ള കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവും. ആ കമ്മിറ്റ്മെൻറ്റ് അവിടെ നിലമ്പൂരിലെ പിന്നെ പാർട്ടിയുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ടെന്ന് വെച്ചാൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ മന്ദീഭവിക്കപ്പെട്ടു. പോസ്റ്റർ അടിക്കുന്നത് സ്ഥാനാർത്ഥിയാണോ, ഫ്ലെക്സ് വെക്കേണ്ടത് സ്ഥാനാർത്ഥിയാണോ പാർട്ടിയാണോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള തർക്കം വരെ ഉണ്ടായിരുന്നു. പേയ്മെൻറ്റ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അവസാന ഘട്ടത്തിലാണ് പോസ്റ്ററൊക്കെ അടിക്കുന്നത്, ബോർഡുകൾ വെക്കുന്നത്. അതുമാത്രമല്ല പിന്നെ CPMന്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്കകത്ത് വ്യാപകമായ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്, തർക്കങ്ങൾ നടക്കുന്നുണ്ട്, പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഇതെല്ലാം പലരും എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ BJPക്കകത്ത് ഗിരീഷ് മേക്കാട് സ്ഥാനാർത്ഥിയായാലും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഡേറ്റ് ചെയ്യാൻ ഓർക്കുന്നില്ലാത്ത ഒരു തിങ്കളാഴ്ചയാണ് നോമിനേഷൻ കൊടുക്കാൻ ലാസ്റ്റ് ഡേറ്റ്.
വെള്ളിയാഴ്ച രാത്രി ചില സംസാരങ്ങളുടെയും ചിലരുമായിട്ട് നടന്നിട്ടുള്ള ചില ഡിസ്കഷൻ്റെയൊക്കെ ഭാഗമായിട്ട് വളരെ പെട്ടെന്ന് അടിയന്തരമായി ഞാൻ നോമിനേഷൻ കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ എനിക്ക് നോമിനേഷനിൽ ഒപ്പിടണമെന്നുണ്ടെങ്കിൽ എന്നോട് ഈ സംസാരിക്കുന്ന ആളുകൾക്കൊന്നും പറ്റില്ല. CPM-ൻ്റെയോ BJP-യുടെയോ ഒന്നും പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ നമ്മളുമായിട്ട് സംസാരിക്കുന്നവർക്ക് അവർക്ക് നോമിനേഷനിൽ ഒപ്പിടാൻ പറ്റില്ല. കാരണം അവരുടെ ചീട്ട് കയറും അവരുടെ പാർട്ടിക്കകത്ത്. അങ്ങനെ വരുമ്പോൾ പക്ഷേ അവർ പറഞ്ഞു, നീ ഇങ്ങോട്ട് ബാക്കി നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ രാത്രി 1 മണിക്ക് എറണാകുളത്ത് നിന്ന് പോകുന്ന രാജ്യറാണി എക്സ്പ്രസ്സിനാണ് ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറുന്നത്. ട്രെയിൻ കയറുമ്പോൾ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് സെക്കൻഡ് AC കമ്പാർട്ട്മെൻറ്റിൽ കയറി TTയെ കണ്ടിട്ട് ടിക്കറ്റ് കൺവേർട്ട് ചെയ്യുക ചെയ്ത്. എന്തോ ഭാഗ്യത്തിന് എനിക്ക് പൊതുവെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ പെട്ടെന്ന് ചെയ്യുമ്പം ഞാൻ മറ്റേ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ട് TTയുടെ അടുത്ത് സമീപിക്കും. അങ്ങനെ ഏതെങ്കിലും ഇനിയിപ്പം ചിലപ്പോൾ അവർ പറയും ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് ഒരാൾ കയറാനുള്ള സീറ്റ് ഒഴിവുണ്ട്, അവിടെ ഇരുന്നോട് തൽക്കാലം എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന രീതിക്കനുസരിച്ചാണ്. നമ്മൾ അവരോട് ആ ഒരു വിനയത്തോടെയും ഭവ്യതയോടും കൂടി തന്നെയാണ് പോയിട്ട് കാര്യങ്ങൾ പറയുക. ഇങ്ങനെ പെട്ടെന്ന് വന്നതാണ് യാത്ര ചെയ്യാൻ എന്നുള്ളത് പറയും. ലോക്കലാണ് ടിക്കറ്റ് ഉള്ളത് എന്ന് പറയും. ആ കഥയിലേക്ക് പോകുന്നില്ല. ഇതെൻ്റെ സ്ഥിരം പരിപാടിയാണ്. അതുകൊണ്ട് എനിക്ക് ഇതുവരെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇന്നുവരെ ടിക്കറ്റ് അങ്ങനെ മാറി കിട്ടാതെ ഇരുന്നിട്ടില്ല. എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ വെളുപ്പിനെ 5:30 ആകുമ്പോൾ നിലമ്പൂരെത്തുന്നു. ഹോട്ടലിൽ പോയി റൂം എടുക്കുന്നു. ഹോട്ടലിൽ പോയി റൂം എടുത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിക്കഴിയുന്ന സമയത്ത് തന്നെ PM ബഷീർ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്ന CPIയുടെ നേതാവായിട്ടുള്ള ഇത് 4ാം തവണ തുടർച്ചയായിട്ട് പല ഡിവിഷനുകളിൽ നിന്നായിട്ട് ഏത് ഡിവിഷനിൽ പോയി നിന്നാലും ബഷീർ ജയിക്കും. ബഷീർ ജനകീയനാണ്. മുനിസിപ്പാലിറ്റിയിൽ ആര് ചെയർമാൻ ഏത് ഭരണം ഉണ്ടായാലും ബഷീർ നിർണായക ഫാക്ടറാണ് അവിടെ. അങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞാലേ ചെയ്യുന്നതിൽ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ബഷീർ എന്നെ വിളിക്കുന്നു. ബഷീർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടെന്ന് ആളുകൾ അറിഞ്ഞിട്ടല്ല. എന്നോട് ബഷീർ പറഞ്ഞു, ജാൻസലറെ സ്ഥാനാർത്ഥിക്ക് ഷറഫലിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താന്ന് പറഞ്ഞു. ഞാൻ ഉറക്കപ്പിച്ചതരാം, അതിനെന്താ നമ്പർ കൊടുത്തോട്ടെന്ന് വെച്ചാൽ കൊടുത്തോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ നിലമ്പൂരാണല്ലോ, ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോവുകയാണല്ലോ എന്നുള്ളത് ആലോചിക്കുന്നത്. ഞാൻ അപ്പോൾ തന്നെ ബഷീറിനെ തിരിച്ചു വിളിച്ചു. ബഷീറെ പ്രശ്നമുണ്ട്, അപ്പോൾ എനിക്ക് ഇതിൽ വിയോജിപ്പുണ്ടെന്നാണ്. അപ്പോൾ എന്നോട് പറഞ്ഞില്ല, നമ്മളെ മുജീബ് ഖാൻ്റെ ബന്ധുവാണ്, അതായത് ഡോക്ടർ ഉസ്മാൻ്റെ മകൻ മുജീബിൻ്റെ CPIയുടെ നേതാവാണ്. ഡോക്ടർ ഉസ്മാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പഴയ ആ കാലത്തെ നവോത്ഥാന നായകന്മാരിലുള്ള ഒരാളാണ്. അപ്പോൾ മുജീബിക്ക് ഞാനുമായിട്ട് നല്ല ബന്ധമാണ്. മുജീബിക്കും ബഷീറും കൂടി 2024 എൻ്റെ വീട്ടിൽ വരികയും ഞങ്ങളങ്ങനെ നല്ല സൗഹൃദമുള്ള ബഷീർ മുഖേനയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ഞാൻ മുജീബിൻ്റെ ബന്ധുവാണെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകണം. ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിലമ്പൂരുണ്ട് ഇപ്പം. സംസാരിച്ച് കഴിഞ്ഞാൽ അതൊരു കൊളുത്താണല്ലോ നമുക്ക്. പിന്നെ ഒരു ബുദ്ധിമുട്ടാവും അത്. അപ്പോൾ ധർമ്മസങ്കടത്തിലാവും. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. ഞാനത് മാത്രമല്ല, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന അന്ന് രാത്രിയാണ്. ഞാൻ നോമിനേഷനുള്ള കാര്യങ്ങൾ റെഡിയാക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് 48 മണിക്കൂർ മുമ്പ് വാലിഡ് ആയിട്ടുള്ളൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം. ബാങ്ക് അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് ആക്ടിവേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും. ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ബഷീറിൻ്റെ ബിൽഡിംഗ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് പോയി പെട്ടെന്ന് അവിടെ SBIയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. എൻ്റെ ഡീറ്റെയിൽസ്, കേസിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം എല്ലാം വേണം നോമിനേഷൻ ഫില്ല് ചെയ്യാൻ. ഏകദേശം 4ഓളം തെരഞ്ഞെടുപ്പുകളിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വേണ്ടി 2011, 2014, 2016, 2021 ഒക്കെ നോമിനേഷൻ ഫില്ല് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരാൾ തന്നെയാണ് എൻ്റെ നോമിനേഷൻ ഫില്ല് ചെയ്തത്. അപ്പോൾ അതിനുള്ള ഏർപ്പാടുകളായി BJP-യുടെയും CPM-ൻ്റെയും ഒക്കെ പല നേതാക്കന്മാർ, കോൺഗ്രസിനോട് പറഞ്ഞാൽ അരിയുടെ ശോകത്തിനോട് എതിർപ്പുള്ള ചില ആളുകൾ അവരൊക്കെ വരുന്നു. ഇവരൊക്കെ തമ്മിൽ തന്നെ ഇവരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് പരസ്പരം അറിയുന്നത് അവിടെ വെച്ചിട്ടുള്ള പല കൂടിക്കാഴ്ചകളിലും സംസാരങ്ങളിലും ഒക്കെയാണ്. എന്തായിരുന്നാലും അങ്ങനെ വന്നു. നോമിനേഷനിൽ ഒപ്പിടാൻ വേണ്ടിയിട്ടുള്ള പലരുടെയും ID കാർഡുകൾ ഇങ്ങനെ വാട്സപ്പിലാണ് അയച്ചു തരുമ്പോൾ എന്ന് വെച്ചാൽ പലരുടെയും പഴയ നമ്പറിലുള്ളത് നമുക്ക് സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല ഈ നോമിനേഷൻ ഫില്ല് ചെയ്യുന്ന ആൾക്ക്. അങ്ങനെ വന്ന് അവസാനം എന്തായിരുന്നാലും 10 പേര് സെറ്റായി. 10 പേര് വേണം. സ്വതന്ത്രനായിട്ട് നിൽക്കുമ്പോൾ 10 പേര് വേണം പിന്താങ്ങാനും ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ അതിൽ 5 പേര് ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്നുള്ള 5 പേരാണ്. ഞാൻ ചുങ്കത്തറ പഞ്ചായത്തിലെ പുലിമുണ്ടയിൽ നിന്നുള്ള 5 പേര് അത് ഓക്കെയായി. അത് പിന്നെ ഒരാൾ മണലിയിൽ നിന്നുള്ള എൻ്റെ ജൂനിയറായിട്ട് മഞ്ചേരിയാണ് സ്കൂളിൽ പഠിച്ചിരുന്നതാണ്, സുധീർ ബാബു. അവൻ്റെത് ഓക്കെയായി. 4 പേര് നിലമ്പൂർ മുനിസിപ്പാലിറ്റി, എൻ്റെ സുഹൃത്ത് മുഖേനയാണ് അത് അറേഞ്ച് ചെയ്തത്. നമ്മളതിനകത്ത് ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പിന്താങ്ങിയവരുടെ ഇടയിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തി. 3-4 പേര് സ്ത്രീകളായിരുന്നു. അതേപോലെ തന്നെ അതിനകത്ത് എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവരാ പിന്താങ്ങിയവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു.
അതേപോലെ തന്നെ വേറെ കാര്യം നമ്മൾ ഉറപ്പുവരുത്തിയെന്ന് വെച്ചാൽ ഇവർ ഏത് രീതിയിലെങ്കിലും, കാരണം നോമിനേഷന് കൊടുക്കാൻ പോകുമ്പോൾ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് മുഖേന നോമിനേഷൻ പേപ്പർ മേടിക്കുന്ന ആളെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. മാത്രമല്ല നോമിനേഷൻ്റെ സ്കൂട്ടിൻ്റെ സമയത്ത് ഇവരാരെങ്കിലും ഞങ്ങളല്ല എന്ന് ഞങ്ങൾ പിന്നെ മനസ്സറിഞ്ഞ് പിന്താങ്ങിയതല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് മാറ്റി പറഞ്ഞതല്ല, അതെന്നെ ബാധിക്കും. പിന്നെന്തായാലും ജയിക്കാൻ പോകണില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ജയിക്കാൻ പോകാത്തൊരു സ്ഥാനം ജയിച്ചു കഴിഞ്ഞാൽ ഇത്തരം കേസുകളൊക്കെ വരുള്ളൂ. അപ്പോൾ ജയിക്കാത്തതിനകത്ത് നോമിനേഷൻ ഫില്ലിങ്ങിനകത്ത് ചെറിയ ഇപ്പോൾ കേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ എല്ലാം പുൾ ഔട്ട് ചെയ്യാനും പറ്റില്ല. അതിനകത്ത് ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും അതാരും മൈൻഡ് ചെയ്യില്ല ആ സമയത്ത്, അതിൻ്റെ സ്കൂട്ടിൻ്റെ സമയത്ത് അത് സീരിയസ് ആയിട്ട് എടുക്കില്ല. പക്ഷേ എൻ്റെ നോമിനേഷൻ ആയതുകൊണ്ട് സീരിയസ് ആയിട്ട് എടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് പരമാവധി കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളത് ഇവരൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ സെറ്റാക്കി നോമിനേഷൻ കൊടുക്കാമെന്നുള്ളത് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ടു. പോസ്റ്റ് ഇട്ട് കഴിയുമ്പോഴാണ് പിന്നീട് ആര്യാണ ഷുക്താക്കയായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ ഞായറാഴ്ച രാത്രി കാണാൻ വേണ്ടി തീരുമാനിക്കുന്നത് നടന്നില്ല. അപ്പോൾ എന്നോട് നീ എവിടെയാണ് താമസിക്കുന്നത്, ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അവനും അവിടെയൊക്കെ ഇല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ ഇത്തരക്കിലല്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, രാവിലെ ഞാൻ വൈകി എഴുന്നേക്കുന്നതാണ്. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു 7 മണിയാകുമ്പോഴത്തേക്ക് എന്നെ വിളിച്ചു നടത്തണം, 7:45 നീ കാറ് കൊണ്ട് വരണം, ഇങ്ങനെ വൗട്ടേക്കിൻ്റെ അടുത്ത് പോകണം എന്നാണ്. വൗട്ടേക്കിൻ്റെ അടുത്ത് പോയപ്പോൾ വൗട്ടേക്ക് ഒരു രീതിയിലും സമ്മതിക്കില്ല നോമിനേഷൻ കൊടുക്കാൻ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വോട്ട് ബാങ്കിലല്ല ഞാൻ കയറി കളിക്കുന്നത്. ഞാൻ BJPയുടെ NDAയുടെ വോട്ട് 8,000-ഓളം വോട്ടുള്ള ഇന്നൊരു 3,000 വോട്ട് മറിക്കാം. CPMൻ്റെ കുറച്ച് ആളുകൾക്ക് പ്രതിഷേധമുണ്ട്. പക്ഷേ പ്രതിഷേധത്തിൻ്റെ വ്യാപ്തി എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ എങ്ങനെ പോയാലും 19,000 വോട്ട് പിടിച്ചാലും സ്വതന്ത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമല്ലോ. പിന്നെ ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗഡ് ഫണ്ടിങ് നടത്താൻ പറ്റും എന്നെനിക്കറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ മാർത്തോമ യുവന സഖ്യത്തിൻ്റെ ഭദ്രാസന സെക്രട്ടറി ആയിരുന്നു 7 ജില്ലയുടെ. അതിലെ ഏറ്റവും കൂടുതൽ ചർച്ചകളുള്ളത് ഈ നിലമ്പൂർ ചുങ്കത്ര സെൻറ്ററുകളിലാണ്. അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ചുങ്കത്രയാണ്. ചുങ്കത്ര മാർത്തോമ ആശുപത്രി ഉണ്ട്, മാർത്തോമ സ്കൂളുണ്ട്, മാർത്തോമ കോളേജ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള എൻ്റെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതിനകത്തുള്ള ബന്ധുക്കളും എൻ്റെ അമ്മയുടെ വീട്ടുകാരും അച്ഛൻ്റെ വീട്ടുകാരും ഒക്കെ അവിടെ ഇഷ്ടം പോലെയുണ്ട്. അമ്മയുടെ വീട്ടുകാരിൽ ഭൂരിപക്ഷം പേരും പെന്തിക്കോസുകാരാണ്. സഹോദരി വിവാഹം കഴിപ്പിച്ചിരിക്കുന്നത് റോമൻ കത്തലിക്കിലെ ആൾക്കാരാണ്. അതുപോലെ ഓർത്തഡോക്സ് യാക്കോബൈറ്റ് വിഭാഗങ്ങളിലൊക്കെയുള്ള കൾ തന്നെ ഒരുപാട് പേരുണ്ട്. അവർ രാഷ്ട്രീയം നോക്കാതെ തന്നെ വോട്ട് ചെയ്യുന്നതിൽ ഭൂരിപക്ഷം പേരെന്നുള്ളതൊക്കെ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതിനകത്ത് സംശയമൊന്നുമില്ല. അവരൊന്നും അത്ര വലിയ കടുത്ത രാഷ്ട്രീയ പ്രവർത്തകരോ കാര്യങ്ങളൊന്നുമല്ല. ആ കൂടെ രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ളത് എൻ്റെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയുന്നത് ഒന്ന് VS ജോയിയാണ്. ഇപ്പോൾ തവനൂർ മത്സരിച്ച KT ജലീലിനെതിരെ മത്സരിച്ച DCC പ്രസിഡൻ്റായിരുന്ന പഴയ KSU സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന VS ജോയിയാണ് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ള ഒരു ബന്ധു. മറ്റൊന്ന് അമ്മയുടെ ചേട്ടത്തിൻ്റെ മകനാണ് അജി തോമസ്. BJPയുടെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു, സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, ഒക്കെയാണ് അജി തോമസാണ്. ഈ 2 പേര് ഒഴിച്ചാൽ വേറെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് എനിക്ക് വോട്ട് പിടിക്കാൻ പറ്റുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, SFI കാലഘട്ടം തൊട്ടുള്ള ബന്ധങ്ങൾ, ക്യാമ്പസ് കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് പേര് ആ ഭാഗത്തുനിന്ന് എൻ്റെ നാട്ടിലേക്ക് മഞ്ചേരി കോളേജിൽ വന്ന് പഠിച്ചവരുണ്ട്. എൻ്റെ നാട്ടിൽ നിന്നൊക്കെ അവിടേക്ക് കല്യാണം കഴിപ്പിച്ചയപ്പിച്ച ഒരുപാട് പെൺകുട്ടികളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ആവറേജ് വോട്ട് പിടിക്കാമെന്നേ അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ. എന്തായാലും ആവട്ടെയൊക്കെ ഏത് രീതിയിലും സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ആവട്ടെയൊക്കെ ഞങ്ങളെ വോട്ട് ബാങ്കിലല്ലല്ലോ ഞാൻ കയറുന്നത്. ഞാനൊന്നും കാണാതെ പട്ടര വെള്ളത്തിൽ ചാട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് കണ്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്തായാലും നീ നിൽക്കരുത് എന്നുള്ളത് പറഞ്ഞു. അവസാനം ഞാൻ നോമിനേഷൻ കൊടുക്കണില്ല എന്ന് പറഞ്ഞ് വാക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ട്രെയിനിന് പോലും ചെയ്തു. വരുന്ന വഴിക്ക് അവിടെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പര്യടനത്തിനിടയിൽ കാണും ചെയ്തു കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം മൂപ്പരെ കൂടെ ഞാനിരുന്ന് സംസാരിച്ചു. അവസാനം ഞാൻ ഇറങ്ങുമ്പോൾ പറഞ്ഞില്ല നോമിനേഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ പോന്നു. അത് മുതിർന്ന ലീഗ് നേതാവിനെ ഞാൻ ഉടനെ വിവരം അറിയിച്ചു. നന്നായി എന്ന് പറഞ്ഞു, ഈ കൊടുക്കാതിരുന്ന നന്നായി എന്ന് പറഞ്ഞു എന്നോട്. എല്ലാവരെയും കൂടി വെറുപ്പിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ ആ സ്നേഹപൂർവ്വം ആ ഉപദേശം സ്വീകരിച്ച് ഞാൻ തിരിച്ച് പോയിരുന്നു. പക്ഷേ അപ്പുറത്ത് വേറെ ഒരു നീക്കം നടന്നിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. CPMൻ്റെ ഞാൻ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് CPMകാരൊക്കെ ഇടയിലും BJPക്കാർക്കിടയിലും വലിയ അനുരണനങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നുള്ളത് പിന്നീട് അറിയുന്നു. പലരും എന്നെ വിളിച്ചിട്ട് പിന്നീട് വഴക്ക് പറയാൻ തുടങ്ങി, എവിടെ നോമിനേഷൻ എന്താ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് കിട്ടി, ഞാൻ നോമിനേഷൻ കൊടുക്കുന്നില്ല, തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞിട്ട്. സമയവും കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നില്ല ഇങ്ങനെ ട്രെൻഡ് ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം ഷറഫ് അലിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അങ്ങേയറ്റത്തെ കടുത്ത എതിര് പലർക്കും ഉണ്ടായിരുന്നു. ഞാൻ ആര്യാടൻ ഷൗക്കത്തിനോട് വ്യക്തിപരമായി എനിക്കെന്താ അറിയില്ല എന്തിനാ മൂപ്പരോട് ഈ ശത്രുത വെച്ച് വളർത്തണം എന്നുള്ളത്. എന്നോടൊക്കെ ഇതുവരെ ഞാനിപ്പോൾ ഈ മേഖലയിൽ വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഈ മേഖലയിൽ വരുന്നതിന് മുമ്പ് 2014 തൊട്ട് ഫോണിലൂടെയുള്ള ബന്ധമുണ്ട്. ഞാനന്ന് ഗൾഫിലാണ്. ഞാൻ ആ സമയത്ത് പറഞ്ഞു 2016 അവിടെ സർപ്രൈസ് കാൻഡിഡേറ്റ് വരും, അടുത്ത തവണ നിങ്ങൾ വാപ്പയാവില്ല, നിങ്ങളാണ് മത്സരിക്കുക എന്ന് എനിക്കറിയാം. ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് വരും, നിങ്ങൾ വേണ്ട പ്ലാറ്റ്ഫോം വർക്ക് നടത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാവും എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ പുള്ളിക്ക് എന്നോട് ആ ഒരു വിശ്വാസം പിന്നീടുണ്ടായിട്ടുണ്ട്. പിന്നെ 2021 അദ്ദേഹത്തിന് സീറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ നേരത്തെ അദ്ദേഹത്തെ അറിയിച്ചു. ഇപ്രാവശ്യം നിങ്ങൾ സ്ഥാനാർത്ഥി ആവില്ല എന്നുള്ളത് പുള്ളി പ്രതീക്ഷിച്ചത് 2016 തോറ്റെങ്കിലും. പക്ഷേ പ്രകാശ് ചേട്ടനാണ് വന്നത്. അത് ഞാൻ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ, ഞാൻ പുള്ളിയോട് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ പുള്ളിയുടെ അടുത്തൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. ഞാൻ ഒന്നുമല്ലാതിരുന്ന സമയത്തും വ്യക്തിപരമായി പിന്നെ എൻ്റെ ആവശ്യത്തിനല്ലാതെ മറ്റുള്ളവരുടെ ചില ആവശ്യങ്ങൾ, അദ്ദേഹം അർബൻ ബാങ്ക് ചെയർമാൻ ആയതുകൊണ്ട് ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾക്ക് സമീപിച്ചപ്പോൾ അതൊക്കെ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. അത് PV അൻവർ ആണെങ്കിലും അൻവർക്കിൻ്റെ ഓഫീസിൽ നിന്നാണെങ്കിലും എല്ലാ രീതിയിലും നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുന്നത് നമ്മളൊരു ആവശ്യമായിട്ട് ഞാൻ ഇതുവരെ ചെന്നിട്ടില്ല. അങ്ങനെ പോകേണ്ടുന്നൊരു ഗതികൾ എനിക്ക് ഉണ്ടായില്ല. നാളെ ഒരിക്കലും ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞാൽ, ഉണ്ടായിക്കഴിഞ്ഞാൽ സമീപിക്കുന്നതിന് മടിയൊന്നുമില്ല. പക്ഷേ എനിക്ക് അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു പ്രതികരണമാണ്, പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഇവരുടെ ഭാഗത്തുനിന്നൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. പിന്നെ അവിടുത്തെ പാർട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഷറഫ് അലിയുടെ കൂടെ അവിടെ കമാൻഡന്മാരായിരുന്ന ആൾക്കാരാണ്. കുരികേഷ് മാത്യു, KT ചാക്കോ ഒക്കെ ഫുട്ബോൾ രംഗത്ത് നിന്ന് വന്നവരാ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്നവരാ. അവരോട് ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ചോദിച്ചു നോക്കി. എനിക്കിപ്പോൾ എന്തായാലും ഞാൻ അവരോട് ചോദിക്കാനും പോയിട്ടില്ല. രണ്ടുപേരുമായിട്ട് എനിക്ക് നല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധമുള്ളതാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് വിളിക്കാറോ സംസാരിക്കാറൊന്നും ഇല്ലാന്നേ ഉള്ളൂ. രണ്ടുപേരും പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയായിരുന്നു. അതേപോലെ തന്നെ പിന്നെ അവരുടെ കുടുംബങ്ങളുമായും നല്ല ബന്ധമുണ്ടായിരുന്ന, അതേപോലെ തന്നെ ഇദ്ദേഹം കമാൻഡൻ്റ് ആയിരുന്ന കാലത്ത് അവിടുത്തെ ട്രെയിനിങ് പിന്നെ അവിടെ നിന്ന് പൂർത്തീകരിച്ചിറങ്ങിയിട്ടുള്ള ഓരോ ബാച്ചിലായിട്ട് ട്രെയിനിങ് പൂർത്തീകരിച്ചിറങ്ങിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു നോക്കുക. പോലീസ് അസോസിയേഷനിലുള്ളവരുടെയും അവരുടെ പിന്നെ ഗ്രൂപ്പുകളിലും ഒക്കെ ഇതിനെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രതിഷേധം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥർ, ഇടതുപക്ഷ മനസ്സുള്ളവർ, അവർക്ക് എതിർപ്പുണ്ട് ഷറഫ് അലിയെ സ്ഥാനാർത്ഥിയാക്കിയല്ലേ. കാരണം അവർക്ക് ഷറഫ് അലിയെ കുറിച്ച് നല്ല അഭിപ്രായമില്ല. അപ്പോൾ ഷറഫ് അലിയെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തിനാണ്, ആരുടെ താല്പര്യമായിരുന്നു എന്നുള്ളതാണ് ചോദിക്കേണ്ടത്. കുറേ കാലമായിട്ട് ഈ സീറ്റ് ഇങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക. ആർക്കാണ് ഇതിന് താല്പര്യം ഉണ്ടായിരുന്നത്? CPM ഏത് നേതാവിനാണ് ഇതിന് താല്പര്യം ഉണ്ടായിരുന്നത്? ഗിരീഷ് മേക്കാടിൻ്റെ കാര്യം പോട്ടെ, BDJസിനെ നന്നാക്കണം നമ്മുടെ ഉദ്ദേശമൊന്നുമല്ല. പക്ഷേ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിറ്റ് പിന്നെ പൈസയാക്കുന്ന ചില നേതാക്കന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന മലപ്പുറം ജില്ലയ്ക്കകത്ത് എന്നുള്ളത് വലിയ അപകടകരമാണ്. അതുകൊണ്ട് നിലമ്പൂരെ പാർട്ടിക്കകത്ത് വ്യാപകമായ പ്രതിഷേധമുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിത്വം നോമിനേഷൻ കൊടുക്കാതെ ഞാൻ പോന്നു എന്നുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് റെക്കോർഡ് വിജയമായിരിക്കും നേടാൻ പോകുന്നത്. അത്രയധികം ആര്യാടൻ വിരുദ്ധരുടെ വോട്ട് പോലും ആര്യാടൻ അനുകൂലമായിട്ട് വീഴുന്ന രീതിയിലേക്ക് വരും. കാരണം ഇപ്പോഴത്തെ നിർത്താൻ ഒരു പറ്റിയ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. മുതൽ ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ തോന്നണ്ടേ? ബോർഡൊക്കെ വെക്കണ അവസാന സമയത്താണ് സ്ഥാനാർത്ഥി കൈ നിർത്തുക അടിക്കുന്നതായിട്ട് വീട് മര്യാദയ്ക്ക് കയറിയിട്ടില്ല പാർട്ടി പ്രവർത്തകർ. നിങ്ങൾ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിയില്ല, നിങ്ങൾ പണിയെടുത്തെന്നാണ് പറയണേ. ബ്രാഞ്ചുകളിൽ നിന്ന് പൈസ ഇത്ര രൂപ വെച്ച് പിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനും വലിയ റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. അതാണ് കാരണം പാർട്ടി പ്രവർത്തകരുടെ മനസ്സ് മടുത്തു. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾക്കകത്ത് നടക്കുന്ന പല ചർച്ചകളുടെയും സ്ക്രീൻഷോട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പലതും കാരണം പല ചർച്ചകളുടെയും അവിടെ നടക്കുന്ന പലരുടെയും കമൻറ്റുകൾ പല പ്രദേശത്തുള്ള, അപ്പം അവിടെ എല്ലാ സ്ഥലത്തും അമരമ്പലം പഞ്ചായത്ത്, കരളായി പഞ്ചായത്ത്, പിന്നെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി, എടക്കര പഞ്ചായത്ത്, പോത്തുകല്ല് പഞ്ചായത്ത്, ചുങ്കത്തറ പഞ്ചായത്ത്, മൂത്തേടം പഞ്ചായത്ത് തുടങ്ങിയ എല്ലായിടത്തും പ്രതിഷേധമുണ്ട്. ഒരുപാട് അവിടെ നല്ല സ്ഥാനാർത്ഥികളെ വേറെ നിർത്താൻ കിട്ടാത്തതുകൊണ്ടൊന്നുമല്ല, നല്ല സ്ഥാനാർത്ഥിയെ നിർത്തണ്ടെന്ന് ഇവർ തീരുമാനിച്ചു. അത് കുറേ കാലമായിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. ദേവദാസ് പെട്ടക്കാടിന് ശേഷം പിന്നീട് അവിടെ പിന്നെ മണ്ഡലം പിടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ PV അൻവറാണ്. അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പിന്നിൽ തന്നെയും ഒരുപാട് ഡീലുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മണ്ഡലം ജയിച്ചു. 2016 അൻവർ അല്ലെങ്കിലും അവിടെ ജയിക്കുമായിരുന്നു. അങ്ങനെ സ്ഥിതി ഉണ്ടായിരുന്നു. ആ ട്രെൻഡ് ഉണ്ടായിരുന്നു അവിടെ. ആ സമയത്ത് അൻവർ തന്നെ നിൽക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. അതെന്തിനാണ് ഇവർ കാണിച്ചതെന്ന് വെച്ചാൽ പേയ്മെൻ്റാണ് എല്ലാം. ഇത് തനി കച്ചവടമാണ് ശുദ്ധ മലയാളത്തിൽ നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുഞ്ഞാലിയുടെയും ദേവദാസ് പെട്ടക്കാടിൻ്റെയും ഒക്കെ പാരമ്പര്യം പേർന്ന സാധാരണക്കാരായ സഖാക്കളോട് കാണിച്ചിട്ടുള്ള വഞ്ചനയാണ് CPM നേതാക്കന്മാർ കാണിച്ചിട്ടുള്ളത്. അതിന് വരുന്ന സമ്മേളനങ്ങളിൽ ഒരുപാട് പേര് രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച്, സജീവ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ച് മാറി നിൽക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല വരുന്ന സമ്മേളനങ്ങളിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ, അവരുടെ ചർച്ചകൾക്ക് മുമ്പിൽ മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ജില്ലാ നേതൃത്വം എത്തിച്ചേരുമെന്നുള്ളത് ഇപ്പോൾ തന്നെ സൂചിപ്പിക്കുകയാണ് ഞാൻ. മാത്രമല്ല ഗിരീഷ് മേക്കാടിന് ഇപ്പുറത്ത് പിന്നെ പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ്. അവർ തന്നെ എന്നോട് ഒരുപാട് പേര് BJPക്കാർ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്. വേണ്ട, ഈ അജി തോമസിനാണ് മണ്ഡലത്തിൻ്റെ ചുമതലയുള്ളത്. അവിടുത്തെ ഏറ്റവും മുതിർന്ന BJP നേതാവാണ്. അജിയുടെ വീട്ടിൽ ചെന്നിട്ട് BJPയുടെ പ്രവർത്തകർ ചെന്നിട്ട് പറഞ്ഞു ഞാൻ അപ്പം നോമിനേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് ഇവർ അറിഞ്ഞില്ല, ഞാൻ തിരിച്ചു പോകുന്നു എന്നുള്ളത്. ഇവർ രാത്രി എന്നെ വിളിച്ചിട്ട് പറയും ഞങ്ങൾ എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അജിയുടെ വീട്ടിൽ ചെന്നിട്ട് അജിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾ രാജൻ ജോസഫിന് വോട്ട് ചെയ്യും, കാരണം ഞങ്ങൾ ഗിരീഷ് മേക്കാടിനെ നിർത്തിയതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്.
പിന്നെ പക്ഷേ ഞങ്ങൾക്ക് CPM-നോ കോൺഗ്രസിനോ വോട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ രാജൻ ജോസഫ് സ്ഥാനാർത്ഥിയാണ്, ഞങ്ങൾ രാജൻ ജോസഫിന് വോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അജി പറഞ്ഞത്രേ, രാജിച്ചാൽ എൻ്റെ ചേട്ടനാ, എന്നിട്ട് ഞാൻ വോട്ട് ചെയ്യുന്നില്ലല്ലോ, പാർട്ടി നമ്മളെ മുന്നണി നിർത്തിയ സ്ഥാനാർത്ഥിയല്ലേ നമ്മൾ വിജയിപ്പിക്കേണ്ടത്, അതല്ലേ നമ്മളെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞത്രേ. ആ ഉത്തരവാദിത്വം നിങ്ങളങ്ങ് നടത്തിയാൽ മതി, ഞങ്ങളെ വോട്ടിന് രാജൻ ജോസഫിനാണെന്ന് പറഞ്ഞിട്ട് പോകുന്ന BJP പ്രവർത്തകരുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഞാൻ വൈകി അറിയണേ. തുടക്കത്തിലെ ഈ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നോമിനേഷൻ പിന്നെ ആ ഒരു സ്നേഹസമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും കൊടുക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് ഞാൻ എത്തില്ലായിരുന്നു. എന്തായിരുന്നാലും ഞാൻ നിന്നില്ല എന്നുള്ളതല്ല. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് റെക്കോർഡ് ഭൂരിപക്ഷം, അദ്ദേഹത്തിൻ്റെ പിതാവിന് കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷം കിട്ടും എന്നുള്ളത് ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷം തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതാണ്, അവിടെയൊക്കെ നിങ്ങൾ റെക്കോർഡ് ഭൂരിപക്ഷം, അത് നിങ്ങളൊരു യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. അത് മാത്രമല്ല, റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിനെ ക്യാബിനറ്റിൽ എടുക്കേണ്ടി വരും. UDF മിനിസ്റ്റർ വരികയാണെങ്കിൽ ആര്യാടൻ ഷൗക്കത്ത് പിന്നെ നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ മുഹമ്മദിന് ശേഷം മറ്റൊരു മന്ത്രി കൂടി ഉണ്ടാവും. ആര്യാടൻ ഷൗക്കത്ത് മന്ത്രി പിന്നെ അദ്ദേഹത്തെ ക്യാബിനറ്റിൽ എടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അമ്മാതിരി ഭൂരിപക്ഷം കിട്ടും. ഇപ്പോഴത്തെ നിലയിൽ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ, ഫീഡ്ബാക്ക് മുഴുവൻ അതാണ്. മാത്രമല്ല CPM എന്ന പ്രസ്ഥാനത്തിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാവും, വലിയ വിപ്ലവം ഉണ്ടാവും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല.